ശിവ 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 എന്താടാ എന്തേ ആലോചിച്ചോണ്ടിരിക്കുന്നെ? എന്ത് നിനക്കെന്താ പനി വല്ലതും വന്നോ? ചൂടൊന്നുമില്ലല്ലോ. ശരി, ഒരു കാര്യം ചെയ്യേ, ആദ്യം ഈ പ്രസാദം കഴിക്ക്. വായ തുറക്കടാ. ശരി, ഈ പൂ ചെവി വെച്ചോ. എവിടേക്കാ പോയത്? അമ്പലത്തിൽ പോയതാ. അമ്മ ഇങ്ങനെ അമ്പലത്തിൽ പോയിട്ട് പൂജയൊക്കെ ചെയ്ത് നടന്നു. നിങ്ങളുടെ കെട്ടിയോന്റെ കാര്യം വല്ല അറിയുന്നുണ്ടാവോ? അദ്ദേഹത്തിന് എന്താ പറ്റി? അച്ഛന് കുഴപ്പമൊന്നും ഇല്ലമ്മേ. ആ രശ്മി വല്ലതും ചെയ്യുമെന്ന ആ നാടകക്കാരൊക്കെ ആലോചിച്ചോണ്ടിരിക്കുന്നത്. അതെന്താടാ? ഓ ഗോഡ്, പെറ്റമ്മയോട് ഞാനിതൊക്കെ എങ്ങനെ പറയുന്നതെന്ന് ആലോചിക്കുന്നത്. ഒരു ഐഡിയ ഇല്ലോ. ഇത് വേറെ ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിമാനമല്ലേ പോകുന്നത്? എന്റെ ഈശ്വര. അതൊന്നും സാരമില്ല, നീ എന്നോട് കാര്യം പറ. ഇതിൽ പറയാൻ മാത്രം എന്താ ഉള്ളത്? ആ നാടക കമ്പനിയിലുള്ള പെണ്ണില്ലേ രേഷ്മ, അവളുടെ ഭയങ്കര റൊമാൻസ് അമ്മേ. ഈ വയസ്സക്കാലത്താണ് അയാൾ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നടാ? ഇതാമ്മേ പറയുന്നത്. ഈ ചൂടുകാലവും മഴക്കാലം എന്നൊക്കെ പറയുന്നത് പോലെ മനുഷ്യന്മാർക്ക് ഇങ്ങനത്തെ കാലമൊക്കെ വരുന്ന പണ്ടുള്ളവർ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങോട്ട് വരട്ടെ, ഇന്ന് രണ്ടിലൊന്ന് തീരുമാനിച്ചിട്ടേ ഉള്ളൂ. അമ്മ പിന്നെ മണ്ടത്തരം പറയല്ലേ. ഇതൊന്നും നേരിട്ട് ചോദിക്കാൻ പാടില്ല. തൊട്ടടുത്ത ദിവസം എന്നെ നേരിട്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരും കേട്ടോ. ഇങ്ങനത്തെ പെണ്ണുങ്ങളൊക്കെ കാശിന് വേണ്ടി അമ്മയെ പുറകെ കൂടിയിരിക്കുന്നത്, അല്ലാതെ വേറെന്താ ഇവരുടെയൊക്കെ ആവശ്യം? അമ്മ ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാണിച്ചു കൊടുക്കാം. ഇനിയിപ്പോ എന്താടാ ചെയ്യാ? അമ്മേ, ഈ കാര്യം എനിക്ക് വിട്ടേരെ, ഞാൻ നോക്കിക്കോളാന്ന്. അതെങ്ങനെ? അതൊന്നും ഇല്ലമ്മേ. ഒരു 10 റൗഡീസിനൊക്കെ വെച്ച് നമ്മൾ ചെറിയൊരു സീൻ അങ്ങ് ക്രിയേറ്റ് ചെയ്താൽ മതി. പിന്നെ അവളി വഴിക്ക് വരില്ലമ്മേ. ഇന്ന് നീ പിടിച്ച് ഇപ്പൊ വരെ. ഫ്രണ്ട്സ് 20, അമ്മ 20. 20,000 ഉണ്ട്. ഓക്കെ, 20,000 പെണ്ണിന്. അപ്പൊ റൗഡീസിന് അതിന് തന്നേക്കമ്മേ. ഒരു വർഷമായിട്ട് സൂക്ഷിക്കുന്നതാ. അമ്മേ, ഈ കാര്യം പുറത്താരോടും പറയണ്ട. നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിക്കണം കേട്ടല്ലോ. ഞാൻ സെറ്റിലാക്കിട്ട് വരാം. ഓക്കെ. എന്നാലും ഇയാൾ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? വരട്ടെ, കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. മാധവി, മാധവി, തലവേദനിക്കുന്നു, ചായ എടുത്തിട്ട് വാ. എനിക്ക് ലെക്സ് പാപ്പ പാട്ടിന് ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ല. എന്താ പറഞ്ഞേ? ലെക്സ് പാപ്പ പാട്ടിന് എനിക്ക് ഡാൻസ് കളിക്കാൻ പറ്റുന്നില്ലേ? മാധവി, മാധവി, എന്തിനാണ് ഈ കരയണേ? അയ്യോ, വീട്ടുകാരെല്ലാം ഒരുമിച്ച് അങ്ങ് ചത്തുപോയോ? അതൊന്നല്ല. നീ പറയാതെ ഞാൻ എങ്ങനെ അറിയുന്നേ? നിങ്ങളത് പോകുന്നുണ്ടോ ഇവിടുന്ന്? എല്ലാം അറിഞ്ഞിട്ടും ഒന്നും അറിയാത്ത പോലെ എന്തിനീ നാടകം? അതെ, നിങ്ങൾ അഭിനയിക്കുക തന്നെയാ. നിങ്ങക്ക് അത് മാത്രമല്ല അറിയുള്ളൂ. ഒട്ടൊരുത്തനായി നിന്ന് 100 പേരെ അടിച്ചിടാന്നല്ലാതെ സ്വന്തം ഭാര്യയുടെ അടുത്ത് ഒന്നും നടക്കുന്നില്ലല്ലോ. എന്തോ ഒരു പൂജ ചെയ്തത് ഞാൻ. എനിക്കറിയുന്നുണ്ടെങ്കിലേ നിന്നോട് പറയാൻ പറ്റൂ. ഞാൻ എന്റെ റൂമിൽ പോയി ലെക്സ് ബാബ ലഞ്ചിന് വരുന്നു പാട്ടിന് ഡാൻസ് കളിക്കുമായിരുന്നു. അത് കണ്ടുവന്ന് കരഞ്ഞോണ്ടിരിക്കുവാടാ. ഇത് കണ്ടറിഞ്ഞൂടെ അമ്മ അച്ഛൻ എന്താ പറഞ്ഞ് കരയിപ്പിച്ചാന്ന്? സത്യം പറ, അച്ഛൻ എന്താ അമ്മയോട് പറഞ്ഞു? അത് പോട്ടെ, നീ എങ്ങനെയെങ്കിലും നിന്റെ അമ്മയെ സമാധാനിപ്പിക്കണം. പക്ഷേ കുറച്ച് കാശുണ്ട്. ചെലവെന്ന് പറഞ്ഞ എത്ര? നിങ്ങളുടെയാണ് ബ്രദർ. റേറ്റ് നിങ്ങൾ തന്നെ ഫിക്സ് ചെയ്യണം ബ്രദർ. എടാ, അത് ഞാൻ നാടകം കളിച്ചുണ്ടാക്കിയതാടാ. അതൊക്കെ പിന്നെ സമ്പാദിച്ചൂടെ? ഇപ്പൊ നേരെ ഒന്ന് പുറത്തു പോയിന്നേ. ഞാനേ അമ്മയൊന്ന് സമാധാനിപ്പിച്ചിട്ട് വിളിക്കാം. ഞാൻ വിടർന്നു. ഇവനെ സൂക്ഷിച്ചേ പറ്റൂ. അമ്മേ, നമ്മൾ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും അമ്മ എന്തിനെങ്ങനെയൊന്ന് കരയുന്നത്? ചുമ്മാ ഇരുന്നേ, ഞാൻ പറയുന്നത് കേട്ടെ. ശ്രീരാമന് സീത ഇഷ്ടമല്ലേ? അച്ഛന്റെ സീത അമ്മയാന്ന് അച്ഛൻ പറയുന്നത്. അച്ഛൻ ദൈവമാണമ്മേ. അങ്ങനെയാണോ? അയ്യോ, ഞാൻ വെറുതെ ഓരോന്ന്. എന്നാ ഞാൻ പോയി അദ്ദേഹത്തിന്റെ കാലി വീണ് മാപ്പ് ചോദിക്കാം. പിന്നെ മണ്ടത്തരം കാണിക്കാൻ പോകണോ? അമ്മ ഇപ്പൊ അങ്ങനെ പോയി പറഞ്ഞാലേ എല്ലാം കയ്യിൽ നിന്ന് പോകില്ലേ? അവിടെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഞാൻ പുറത്തോട്ട് അച്ഛനോട് വരാൻ പറയാം. എന്തിനാ കരഞ്ഞേ മാധവി? അത് എനിക്ക് എന്റെ അച്ഛൻ ഓർമ്മ വന്നത്. ഇനി ഒരിക്കലും നീ കരയല്ല മാധവി. നിന്റെ കരച്ചലിന് വില 10,000 രൂപ. അതെങ്ങനെ? അതങ്ങനെയൊക്കെയാ.
നീ ആ ക്യാഷ് എടുത്ത് ഉള്ളി വെക്ക്. അവിടെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. ആദ്യം അവര് വരട്ടെ. എടാ ശിവ, അവിടെ വീട്ടിൽ ഒച്ച എനക്കൊന്നുമില്ല. അവരെന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാളിയാ. സന്ധ്യ, സന്ധ്യ, ആരാടാ നീ? എവിടെയാണ് പോകുന്നത്? സന്ധ്യ, അഞ്ജനടി, ഇവൻ ആരാ നോക്ക്. അഞ്ജനടി, സന്ധ്യ, വേഗം വാ. ആര് വന്ന് അകത്ത് കയറിയിട്ടുണ്ട്? വാ. ഏയ് സന്ധ്യ. അഞ്ജനടി, നീ എന്തുവാടാ? എവിടേക്കാണ് നീ സന്ധ്യ. കയറി പോകുന്നത്? എന്താണ് നിനക്ക് സന്ധ്യ. വേണ്ടത്? സന്ധ്യ, സന്ധ്യ. സാർ, ഒരു 2 മിനിറ്റ്. ഇപ്പൊ വരാം. ഇത് കൊടുത്തോട്ട് ഇപ്പൊ വരാം. ആ ശരി. എന്താണ് കുറെ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടല്ലോ? അതെ സാർ, ഞങ്ങളുടെ നാട്ടിലെ അമ്പലത്തിലെ വലിയ ഉത്സവം ഇന്നത് തുടങ്ങുന്നത്. നമ്മൾ പോകുന്ന വഴിയില്ല. സാറും വാ കാണാനായിട്ട്. ഒന്ന് ദർശനം ചെയ്തിട്ട് പോ. വാ സാർ, വാ, ഉള്ളിലേക്ക് വാ. ചേട്ടാ വന്ന് അങ്ങോട്ട് ഇരിക്കും. സാർ, ഇവിടെ ഇരിക്കാമല്ലോ സാർ. ഇരിക്കേ സാർ, ഇരിക്കേ സാർ, അങ്ങോട്ടിരിക്കും. അത് കണ്ടില്ലേ സാർ? ആ പഴം മേടിച്ചത് ഒരു മുസ്ലിമിന്റെ കടയാണ്. ആ പൂമാല മേടിച്ചാണെങ്കിലോ ഒരു ഹിന്ദുവിന്റെ കടയാണ്. പൂജയ്ക്കുള്ള ബാക്കി സാധനങ്ങളൊക്കെയോ അതൊക്കെ ഒരു ക്രിസ്ത്യന്റെ കടയാണ് മേടിച്ചത്. അത് സാറ് ശ്രദ്ധിച്ചോ? എല്ലാം കൂടി അവസാനം ദൈവത്തിന്റെ അടുത്ത് വന്ന് ചേർന്നില്ലേ? എന്നിട്ട് ദൈവത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി നോക്കൂ സാറേ. ദൈവത്തിനില്ലാത്ത മനുഷ്യന്മാർക്ക് പിന്നെ എന്തിനാണ് സാർ? അല്ല, നീ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? അവിടെ പൂജയൊക്കെ നടക്കുന്ന കണ്ടില്ലേ? എന്നാ പ്രസാദം പിടിക്ക്. എന്താടാ ഇത്? നീ ചിരിച്ചാലാ ഭംഗി. ഇന്നാ കഴിക്ക്. സാർ, എന്താ സാർ ഇവിടെ വന്നിരിക്കുന്നത്? അവിടെ നല്ല ഡാൻസ് നടക്കാൻ പോവാ. അങ്ങോട്ട് വാ, അവിടെ പോയിരിക്കാം. വാ. എന്ത് ഡാൻസ്? സൂപ്പർ ഡാൻസാ. അങ്ങോട്ട് വാ. ആണോ? വന്ന് കാണാം. വാ, അങ്ങോട്ട് വാ. പോയി കണ്ടാലോ? വാ, അങ്ങോട്ട് വാ.